സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ അക്രമവാസന വർദ്ധിക്കുന്നതായി സമീപകാല മാധ്യമ റിപ്പോർട്ടുകളും പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. സാമൂഹികം, സാങ്കേതികം, കുടുംബപരം, സാമ്പത്തികം എന്നിങ്ങനെ വിവിധ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. കൊലപാതകം അടക്കമുള്ള വൻ കുറ്റകൃത്യങ്ങളാണ് നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. അനിയന്ത്രിതമായ സോഷ്യൽ മീഡിയകളുടെ ദുരുപയോഗം യുവസമൂഹത്തെ വഴിപിഴപ്പിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനം വ്യാപകമായതോടെ മിക്ക കുട്ടികൾക്കും ഫോൺ കിട്ടി. ഇതിലൂടെ പലരും വഴിവിട്ട് സഞ്ചാരം തുടങ്ങി. സിനിമകളിൽ നിന്നും സീരിയലുകളിൽ നിന്നും പലതും അവർ കണ്ടുപഠിച്ചു. പിന്നീട് അത് പ്രാക്ടിക്കലാക്കി. ആഡംബര ജീവിതത്തോട് ഭ്രമം തുടങ്ങി. അടിച്ചു പൊളിച്ചുള്ള ജീവിതം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കണ്ടതുപോലെ തന്നെ തങ്ങളുടെ ജീവിതവും ആ വഴിയിലേക്ക് നീങ്ങണം എന്നൊരു വാശിയായി അതിനു വേണ്ടിയുള്ള പ്രയത്നം തുടങ്ങി. ചിലർ റീലുകളുടെ പിന്നാമ്പുറത്തേക്ക് പോയി. ലൈക്കുകളും ഫോളോവേഴ്സും നേടാനുള്ള അമിത ആഗ്രഹം. അവർ അതിനുള്ള പണം സമ്പാദിക്കാൻ കുറുക്കു വഴികൾ തേടി തുടങ്ങി. കൂട്ടുകാരുടെ സമ്മർദ്ദം ഒരു ഭാഗത്ത്, അംഗീകാരം നേടാനുള്ള ശ്രമം മറ്റൊരു ഭാഗത്ത്, ഒറ്റപ്പെടലിന്റെ വേദനയിൽ നിന്നും കരകയറാനുള്ള എടുത്തുചാട്ടം, ഭയപ്പാട് എല്ലാം അവരെ തെറ്റിൽ നിന്നും മറ്റൊരു തെറ്റിലേക്ക് നയിച്ചു തുടങ്ങി. ജീവിതം വഴിവിട്ടു. മാതാപിതാക്കളെ അനുസരിക്കാതെയായി. കുടുംബബന്ധം തകർന്നു. ചിലർ ആത്മഹത്യയിൽ പരിഹാരം കണ്ടെത്തി. സൂക്ഷിക്കുക, നമ്മുടെ മക്കളുടെ ഓരോ ചലനങ്ങളും. പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പരിഹാരം കാണുക. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട്. തിരുത്തണം, തിരികെ കൊണ്ടുവരണം അവരുടെ നല്ല നാളുകളെ. ചുമതലകളും കടമകളും മറക്കരുത്. ഇല്ലെങ്കിൽ തിരുത്താൻ കഴിയാത്ത വിധം അവർ ഏറെ ദൂരം പിന്നിട്ടെന്നിരിക്കും. നമുക്ക് അവരെ നഷ്ടപ്പെട്ടെന്നിരിക്കും. ദിസ് ന്യൂസ് ബൈ ജയനാഥൻ ഡെസ്ക്.